സ്വാഗതം. ഫസ്റ്റ് റൗണ്ട് ഓഫ് നോക്കാം തലക്കെട്ട്. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ചേരിതിരിഞ്ഞ് വാക്പോര്. ആലപ്പുഴയിൽ മുരളീധര പക്ഷം തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ശോഭാ സുരേന്ദ്രൻ. യോഗം ബഹിഷ്കരിച്ച് കൃഷ്ണദാസ് വിഭാഗം. ഇ.പി. വിവാദം പരസ്യമാക്കിയതിൽ പ്രകാശ് ജാവ്ദേക്കർക്ക് അതൃപ്തി. കെ സുധാകരൻ നാളെ KPCC അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്തും. സ്ഥാനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് അനുമതി. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമാക്കി പ്രതിപക്ഷം. യാത്രയുടെ സ്പോൺസർ ആരെന്ന് ചോദ്യം. യാത്ര പാർട്ടിയുടെ അറിവോടെ എന്ന് ഇ.പി. ജയരാജൻ. നിങ്ങൾ കൊടുക്കുമോ ചെലവ്? അതെന്തിനാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? അദ്ദേഹം പോയിട്ട് വരട്ടെ. അതിനാണ് നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത്? എല്ലാ കാര്യം നിങ്ങളോട് പറയണോ? സുനിത വില്യംസിന്റെ ബഹിരാകാശ യാത്ര മുടങ്ങി. ബഹിരാകാശ വാഹനത്തിൽ സാങ്കേതിക തകരാർ. സുനിതയെയും സഹയാത്രികനെയും പേടകത്തിൽ നിന്ന് ഇറക്കി. കേരളത്തിൽ ബി.ജെ.പി നേതൃത്വത്തിൽ ഭിന്നത. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് വാക്പോര് നടത്തി. ആലപ്പുഴയിൽ വി മുരളീധരൻ പക്ഷം തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. കോർ കമ്മിറ്റി ചേരാതെ നേതൃയോഗം ചേരുന്നതിൽ അതൃപ്തി അറിയിച്ച് കൃഷ്ണദാസ് പക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഇ.പി. ജയരാജനുമായുള്ള കൂടിക്കാഴ്ച ശോഭാ സുരേന്ദ്രൻ പരസ്യമാക്കിയതിൽ പ്രകാശ് ജാവ്ദേക്കർ അതൃപ്തി അറിയിച്ചു. ഹരി മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരി, എന്താണ് ഇന്ന് യോഗത്തിലുണ്ടായത്? അജിംസ്, അതായത് സംസ്ഥാന നേതൃയോഗം ചേർന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടത്താനാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേരുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന നേതൃയോഗം തന്നെ വിളിച്ചു ചേർത്തത്. പക്ഷേ അതിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഇ.പി. ജയരാജൻ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ തുറന്നുപറച്ചിലാണ് പ്രകാശ് ജാവ്ദേക്കറെ ചൊടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ പരസ്യമായി നേതൃയോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ വിമർശിക്കുകയും ചെയ്തു. അതായത് ശോഭ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കർ യോഗത്തിൽ പറഞ്ഞത്. ഈ കൂടിക്കാഴ്ചയെ സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കാറുണ്ട്. പക്ഷെ അത് തുറന്നു പറയുന്ന സമീപനം സ്വീകരിക്കുന്നത് കേരളത്തിലെ നേതാക്കൾ മാത്രമാണ്. അത് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി സംസ്ഥാനത്തെ നേതാക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം കൂടി പ്രകാശ് ജാവ്ദേക്കർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടിക്കാഴ്ച നടന്നുവെന്ന് സമ്മതിച്ച കെ സുരേന്ദ്രന്റെ നടപടിയും ശരിയായില്ല എന്നുള്ള വിമർശനമാണ് പ്രകാശ് ജാവ്ദേക്കർ നടത്തിയത്. എന്നാൽ ഇതിന് മറുപടി പറയാനായി എഴുന്നേറ്റ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെ തോൽപ്പിക്കാനായി ആലപ്പുഴയിൽ വി മുരളീധരൻ പക്ഷം ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ശോഭ ഉന്നയിച്ചത്. വി മുരളീധരൻ പക്ഷം എന്ന് തന്നെ എടുത്തു പറയുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അതായത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ആരോപണം ഉണ്ടായിരുന്നു. പല നേതാക്കളും ഇത്തരത്തിൽ ചേരിപ്പോര് നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് കൃഷ്ണദാസ് പക്ഷം നേതാക്കൾ വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോർ കമ്മിറ്റി യോഗം ചേരാതെ സംസ്ഥാന നേതൃയോഗം ചേരുന്നത് തന്നെ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നേതൃയോഗം ആദ്യം നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് പി കെ കൃഷ്ണദാസ്, എം.ഡി. രമേശ്, എൻ രാധാകൃഷ്ണൻ എന്നീ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ എം.ഡി. രമേശിന് ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. കോഴിക്കോട് ഈ ചില നേതാക്കളുടെ പക്ഷത്തുള്ള ആളുകൾ ചേർന്നുകൊണ്ട് തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് എം.ഡി. രമേശിനുള്ളത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കെ സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പി കെ കൃഷ്ണദാസ് പക്ഷത്തിലുള്ള നേതാക്കൾ യോഗത്തിൽ പല കാര്യങ്ങളും തുറന്നടിക്കും എന്നുള്ളത് കൊണ്ടാണ് കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാതെ ഇ.പി. ജയരാജനുമായുള്ള പ്രകാശ് ജാവ്ദേക്കറുടെയും ശോഭാ സുരേന്ദ്രന്റെയും കൂടിക്കാഴ്ച പരസ്യമാക്കിയതാണ് ഇപ്പോൾ ബി.ജെ.പി യോഗത്തിൽ ഭിന്നതയ്ക്ക് കാരണം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ നാളെ തിരിച്ചെത്തും. ഇതിന് ഹൈക്കമാൻഡ് അനുമതി നൽകി. സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ അനുവദിക്കുന്നത്. ശനിയാഴ്ച ചേർന്ന KPCC തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസനിൽ നിന്നും ചുമതല ഏറ്റെടുക്കാനാണ് സുധാകരൻ നീക്കം നടത്തിയത്. എന്നാൽ ആക്ടിംഗ് പ്രസിഡന്റിനെ നിയോഗിച്ചത് ഹൈക്കമാൻഡ് ആയതിനാൽ അനുമതി വേണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ നിലപാടെടുത്തു. ഇതോടെ അന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്താനുള്ള ശ്രമം നടന്നില്ല. പിന്നാലെ സുധാകരൻ AICC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. തുടർന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവർ കൂടിയാലോചിച്ച് കൂടുതൽ വിവാദം വിഷയത്തിൽ വേണ്ടതില്ലെന്ന ധാരണയിലേക്കെത്തി. ചുമതലയേൽക്കാനുള്ള നിർദ്ദേശം സുധാകരന് കൈമാറുകയും ചെയ്തു. ഏത് സമയത്തും എനിക്ക് ചാർജ് എടുക്കാം, എനി ടൈം. എനിക്ക് അതിനകത്ത് വേറെ സ്പെഷ്യൽ ഒന്നുമില്ല. ഞാൻ KPCC പ്രസിഡന്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, എനിക്ക് എപ്പോഴും പോയിക്കൂടെ? നാളെ രാവിലെ KPCC ആസ്ഥാനത്തെത്തി സുധാകരൻ അധ്യക്ഷ പദവി തിരികെ ഏറ്റെടുക്കും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സുധാകരന് നിർണായകമായിരിക്കും. നേതൃമാറ്റമടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ നേതാക്കൾക്കിടയിൽ ശക്തമാണ്. മീഡിയ 1 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര രാഷ്ട്രീയ വിവാദമാക്കി കോൺഗ്രസും ബി.ജെ.പിയും. മുഖ്യമന്ത്രിയുടെ യാത്ര സ്പോൺസർഷിപ്പാണോ എന്ന് സംശയിക്കുന്നുവെന്ന് കെ സുധാകരൻ MP ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ യാത്ര ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് ഇ.പി. ജയരാജൻ പ്രതികരിച്ചു.
ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE അടക്കം 3 രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഇന്നലെ യാത്ര തിരിച്ചത്. ഈ മാസം 21 വരെ മുഖ്യമന്ത്രി യാത്രയിലാണെങ്കിലും പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല. ഇതടക്കം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. ഈ മനുഷ്യനും തലക്കകത്ത് വെളിയില്ലേ? ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണ് മുഖ്യമന്ത്രി. എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത്? മുഖ്യമന്ത്രിയുടെ യാത്രയുടെ സ്പോൺസർ ആരാണെന്ന ചോദ്യമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന് മുന്നോട്ട് വെച്ചത്. ആരാണ് ഇതിന്റെ സ്പോൺസർ? അല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. അദ്ദേഹത്തിന്റെ സ്പോൺസർ ആരാണെന്ന് പറഞ്ഞാൽ മതി, എളുപ്പമായി പ്രശ്നം തീർന്നു. മുഖ്യമന്ത്രി യാത്രയിലായിരിക്കെ ചുമതല കൈമാറുന്ന പതിവില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. യാത്രയുടെ സ്പോൺസർ ആരാണെന്ന ചോദ്യത്തിന് നിങ്ങളല്ലല്ലോ ചെലവ് വഹിക്കുന്നതെന്നായിരുന്നു EP-യുടെ മറുപടി. ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ബാക്കി പത്രക്കാർക്ക്, മറ്റ് പത്രക്കാരെ പോലെ ആയിരിക്കില്ല നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടില്ല. നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇടതുമുന്നണിയുടെ ഏക മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകാത്തതും പ്രതിപക്ഷം രാഷ്ട്രീയ ചോദ്യമായി ഉയർത്തുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായി വിജയനോടോ കുടുംബത്തോടോ വിരോധമുണ്ടായിട്ടല്ല കേസുമായി മുന്നോട്ട് പോയത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്നും കുഴൽനാടൻ പറഞ്ഞു. കോടതിയിലെ ശല്യക്കാരനായ വ്യവഹാരിയാണ് മാത്യു കുഴൽനാടനെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. സതീശനേക്കാൾ കേമനാണെന്ന് തെളിയിക്കാനായിരുന്നു കുഴൽനാടന്റെ ശ്രമമെന്നും ജയരാജൻ ആരോപിച്ചു. ഞാൻ ഈ കേസ് കൊടുത്തത് എനിക്ക് പിണറായി വിജയൻ്റെ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടോ അവരെ ടാർണിഷ് ചെയ്ത് അവരെ ഇത് ചെയ്യണമെന്നോ ഓർത്തിട്ടല്ല. ഞാൻ ഈ കേസിനിറങ്ങിയത്, ഈ പോരാട്ടത്തിനിറങ്ങിയത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നോ ഡൗട്ട് എനിക്ക് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ല. ഞാൻ ധരിച്ചു അദ്ദേഹം ഒരു വിവരമുള്ള വക്കീലാണെന്നാണ്. ഇവിടെ നാട്ടിൽ നടത്ത പ്രസംഗം പോലെ ഒരു പ്രസംഗം കോടതിയിൽ പോയി നടത്തി, അതുവഴി വാർത്ത സൃഷ്ടിക്കലായിരുന്നില്ലേ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഈ ശല്യക്കാരനായിട്ട് ഒരാളെ മാറിയില്ലേ അദ്ദേഹം? ഞാനാണ് കേമൻ VD സതീശനേക്കാൾ എന്ന് നിയമസഭയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നേതാവാകാൻ നടത്തിയ പരിശ്രമം, അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധര വ്യായാമം, ഇതെല്ലാം തകർന്നടിഞ്ഞില്ലേ? ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ 5ാം ദിവസവും സമരം തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. തിരുവനന്തപുരം മുട്ടത്തറയിലും കോഴിക്കോട് ചേവായൂരിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചു. ഗതാഗത വകുപ്പിന്റെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സഹകരിക്കില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വ്യക്തമാക്കുന്നത്. പുതിയ സർക്കുലറിൽ ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അത് അശാസ്ത്രീയമാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവർ പറയുന്നു. പരിഷ്കരണങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് INTUC അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഈ 120 നിന്നുമാണ് വെട്ടി 40 ആക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നതല്ല, ഞങ്ങൾ വെട്ടി കുറച്ചതാണ്. ഒരുപാട് തന്നു എന്ന് പറയും, ഇതുവരെ ഒന്നും തന്നിട്ടില്ല. പ്രതിഷേധത്തെ തുടർന്ന് തിരുവനന്തപുരം മുട്ടത്തറയിലും കോഴിക്കോട് ചേവായൂരിലും പ്രതിഷേധക്കാർ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചു. എറണാകുളത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കഞ്ഞിവച്ചാണ് പ്രതിഷേധിച്ചത്. അതേസമയം പുതിയ സർക്കുലർ അനുസരിച്ച് ടെസ്റ്റുകൾ നടത്തുമെന്ന് MVD ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. സർക്കാർ എന്താണോ നിർദ്ദേശം തന്നിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ട് അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ടെസ്റ്റ് ആയിരിക്കും നടത്താൻ. കഴിഞ്ഞ 4 ദിവസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 10 പേർക്ക് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. കോഴിക്കോട് 2 പേരുടെ മരണം വെസ്റ്റ് നൈൽ മൂലമാണോ എന്ന് സംശയമുണ്ട്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞവർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. 2 പേർ രോഗമുക്തരായി. പനിയെ തുടർന്ന് ചികിത്സ തേടിയവരിൽ വെസ്റ്റ് നൈൽ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ വെസ്റ്റ് നൈൽ വൈറസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 2 പേരുടെ മരണം വെസ്റ്റ് നൈൽ മൂലമാണെന്ന സംശയവും ആരോഗ്യവകുപ്പിനുണ്ട്. സ്രവ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. മലപ്പുറത്ത് പനിയെ തുടർന്ന് ചികിത്സ തേടിയ 6 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചില പക്ഷികളിൽ നിന്നും ക്യൂലക്സ് കൊതുക് വഴിയാണ് രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രായമായവർ, മറ്റു രോഗങ്ങളുള്ളവർ എന്നിവരിൽ മാത്രമാണ് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങാറുള്ളതും. കോഴിക്കോടും മലപ്പുറത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മീഡിയ 1 കോഴിക്കോട്. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ ഇടിച്ച് കാട്ടാന ചെരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ചാണ് 25 വയസ്സ് പ്രായമുള്ള പിടിയാന ചെരിഞ്ഞത്. ലോക്കോ പൈലറ്റിനെതിരെ വനംവകുപ്പ് കേസെടുത്തു. രാത്രി 12 മണിയോടെയാണ് സംഭവം. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം B ലൈനിലാണ് പിടിയാനയെ ചെന്നൈ എക്സ്പ്രസ് ഇടിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആന മണിക്കൂറുകൾക്ക് ശേഷം ചെരിയുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയെ വനഭൂമിയിൽ സംസ്കരിച്ചു. ഈ ട്രാക്കിൽ വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ലോക്കോ പൈലറ്റുമാർ ഇത് പാലിക്കുന്നില്ലെന്ന് വനംവകുപ്പ് പറഞ്ഞു.
ചെന്നൈ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്തു. സ്പീഡ് ചാർട്ടിൽ ലംഘനം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത്. മേഖലയിൽ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാൻ റെയിൽവേയുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കി. റെയിൽവേയുമായി ആലോചിച്ച് ചില നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരുന്നു. ആ നടപടിക്രമങ്ങളിൽ ഒന്നാണ് വേഗതാ നിയന്ത്രണം. എന്നാൽ അതുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റ് കരുതുന്നില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ ആനയാണ് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി ചെരിയുന്നത്. മീഡിയ 1 പാലക്കാട്. നാസയുടെ ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപണം മാറ്റിവെച്ചു. വിക്ഷേപണ വാഹനത്തിൽ തകരാർ കണ്ടതോടെയാണ് ബഹിരാകാശ യാത്ര മാറ്റിയത്. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബുഷ്വിൽ മോറുമായിരുന്നു യാത്രികർ. നാളെ യാത്ര തുടരുമെന്ന് നാസ അറിയിച്ചു. ICU പീഡനക്കേസിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരായ പരാതിയിൽ പുനരന്വേഷണത്തിന് ഉത്തരവ്. നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും തന്റെ മൊഴി പരിഗണിക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും കാണിച്ച് അതിജീവിത ഉത്തരമേഖല IGക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പുനരന്വേഷണം നടത്താൻ ഉത്തരവിടുകയായിരുന്നു. നാർക്കോട്ടിക്സ് സെൽ ACP TP ജേക്കബിനാണ് അന്വേഷണ ചുമതല. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും 2 മക്കളും മരിച്ചു. ഗുരുവായൂർ സ്വദേശികളാണ് മരിച്ചത്. ആംബുലൻസിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. IPL ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയെ തോൽപ്പിച്ചാൽ 18 പോയിന്റുമായി കൊൽക്കത്തയെ മറികടന്ന് രാജസ്ഥാന് ടേബിളിൽ ഒന്നാമതെത്താം. രാത്രി 7:30 മത്സരം. ഫാസ്റ്റ് ന്യൂസിൽ ജിൽസി ജയരാജ് വരും. നമസ്കാരം.